കേബിൾ ടിവി ആൻഡ് ബ്രോഡ്ബാൻഡ് രംഗത്ത് മലയാളികൾക്ക് മികച്ച ഉപഭോക്തൃ സേവനം നൽകുന്നതിൽ കേരള വിഷൻ ഒന്നാമതായി നിൽക്കുന്നുവെന്നും പ്രവർത്തന മികവിന്റെ തെളിവുകളാണ് ഇത്തരത്തിൽ തടസ്സമറ്റ രീതിയിൽ ഈ മേഖലയെ കൊണ്ടുപോകാൻ കേരള വിഷന് കഴിയുന്നതെന്നും സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പൊന്നാനിയിൽ ആധുനികവൽക്കരിച്ച കേരള വിഷൻ ഡിജിറ്റൽ ടിവി ആൻഡ് ബ്രോഡ്ബാൻഡ് സർവീസ് സ്ഥാപനമായ പ്രോഗ്രസ് നെറ്റ് ഇൻഫ്ര LLP ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ആ വരുന്ന മാറ്റങ്ങളെ അനുദിനം മനസ്സിലാക്കുക എന്നതിനപ്പുറത്തേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നിലനിൽക്കാൻ കഴിയുക എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടന അതിന്റെ നയങ്ങളും അതിന്റെ ഭാവി പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടും രൂപീകരിക്കുന്നത്. അങ്ങനെ രൂപീകരിക്കുന്ന കാഴ്ചപ്പാടിന്റെയും നയങ്ങളുടെയും സമീപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് കേരള വിഷൻ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന കമ്പനികളായി മാറുവാൻ കഴിഞ്ഞതും അത്തരത്തിലുള്ള ദീർഘവീക്ഷണമായ സമീപനങ്ങളും കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉള്ളതുകൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഒരു ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട് എന്ന് പറഞ്ഞത്. ഓരോ തലങ്ങളിലും സംഘടന രൂപം നാൾ മുതൽ രൂപം കൊടുത്ത ബിസിനസ് കൺസെപ്റ്റുകൾ ഓരോ കാലഘട്ടങ്ങളിലും മാറേണ്ടതായി വന്നിട്ടുണ്ട്. അത് മാറ്റത്തിന്റെ അല്ലെങ്കിൽ കാലത്തിന്റെ അനിവാര്യതയാണ്. ഉപഭോക്താക്കൾക്ക് മികവുറ്റ രീതിയിൽ സേവനങ്ങൾ നൽകാനും പ്രവർത്തനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഇത്തരം പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പൊന്നാനിയിൽ ആധുനികവൽക്കരിച്ച കേരള വിഷൻ ഡിജിറ്റൽ ടിവി ആൻഡ് ബ്രോഡ്ബാൻഡ് സർവീസ് സ്ഥാപനമായ പ്രോഗ്രസ് നെറ്റ് ഇൻഫ്ര LLP ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനികവൽക്കരിച്ച സജ്ജീകരണങ്ങളോടുകൂടി തടസ്സമറ്റ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ഉറപ്പുവരുത്തി പൊന്നാനി AV ഹൈസ്കൂളിന് എതിർവശം റിസ ആർക്കേഡിൽ പുതിയ കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ് പ്രോഗ്രസ് നെറ്റ് ഇൻഫ്ര LLP പ്രവർത്തനം ആരംഭിച്ചത്. പ്രോഗ്രസ് നെറ്റ് ഇൻഫ്ര LLP MD MK സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാരുടെ ജീവിതവുമായി ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ്. ഒരുപക്ഷെ കേബിൾ എന്ന് പറയുമ്പോൾ കേരള വിഷനാണ് നമ്മുടെ ആളുകളുടെ മനസ്സിൽ തെളിയുക. സ്വാഭാവികമായും പൊന്നാനി താലൂക്കിലുടനീളം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൂടുതൽ സുതാര്യവും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ ലഭ്യമാക്കാൻ ഉതകുന്ന ബ്രോഡ്ബാൻഡ് സർവീസാണ് ഇപ്പോൾ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. 24/7 മലയാളം ന്യൂസ് MD അബൂബക്കർ സിദ്ദീഖ് മുഖ്യാതിഥിയായി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സംവിധാനങ്ങളോട് പൊരുതി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലാകെ കേബിൾ TV രംഗമായാലും ബ്രോഡ്ബാൻഡ് രംഗമായാലും റിലയൻസ് ഉൾപ്പെടെയുള്ള അതിഭീമന്മാരാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരെ ഒരു ശൃംഖലയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് കേരള വിഷൻ എന്ന പൊതു ബ്രാൻഡിൽ കൊണ്ടുവന്ന് ഡിജിറ്റലും അതുപോലെ ബ്രോഡ്ബാൻഡും നൽകി അവർ നൽകുന്നതിനേക്കാൾ നല്ല സേവനം ജനങ്ങളിലേക്ക് എത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രവീൺ സൂചിപ്പിച്ചതുപോലെ
കേരളത്തിൽ അതിൽ നിന്നൊരു വ്യത്യസ്തമായി ഇന്ത്യയിലെ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഈ കേരള വിഷന് കഴിഞ്ഞത്. ഗോൾഡ് കേരള വിഷൻ MD M രാജ്മോഹൻ, COA സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗം രഘുനാഥ്, COA ജില്ലാ സെക്രട്ടറി സാജിത്ത്, COA ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ, COA ജില്ലാ ട്രഷറർ മുസ്തഫ, COA പൊന്നാനി മേഖലാ സെക്രട്ടറി ഫസലുർ റഹ്മാൻ, പൊന്നാനി LLP ഡയറക്ടർ PV അയ്യൂബ്, മുൻ MP C ഹരിദാസ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. വലിയ മത്സരങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ. അവിടെയൊക്കെ ഞങ്ങൾക്ക് കരുത്താറുന്നത് ഈ പ്രസ്ഥാനവും CO എന്ന പ്രസ്ഥാനവും ഞങ്ങളുടെ കൂട്ടായ്മയുമാണ്. അപ്പോൾ സംഘടന നിർദ്ദേശിച്ച പോലെ തന്നെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വരെ ഞങ്ങൾ എങ്ങനെയാണ് പോയത് ആ രീതിയിൽ പോയിട്ട് കാര്യമില്ല എന്നുള്ളതും ഈ കോർപ്പറേറ്റുകൾ മത്സരിക്കുവാൻ അതിനോട് കിടപിടിക്കാവുന്ന കേവലം പ്രൊഫഷണലിസവും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് ഉപയുക്തമായ രീതിയിലുള്ള ഒരു ഓഫീസ് സംവിധാനം ഇവിടെ കെട്ടിപ്പടുത്തുള്ളത്. NCV ന്യൂസ് പൊന്നാനി.